അമ്പലത്തിൽ പോകുക എന്ന് പറയാറുണ്ട്. എന്താണ് അമ്പലം? അൻപാലയം എന്നാണ്. അതായത് അൻപ് അല്ലെങ്കിൽ സ്നേഹം ലായം ചെയ്യുന്ന ഇടമാണ് അമ്പലം. സ്നേഹം നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് അമ്പലത്തിൽ പോയാൽ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് തിരികെ എത്താമെന്നുള്ളതാണ്. ഈ അമ്പലത്തിൽ പോകുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ശുദ്ധിയാണ് അവിടെ പ്രധാനം, അറിയാമല്ലോ. കുളിച്ച് ശുദ്ധമായ വസ്ത്രം തന്നെ ധരിച്ച് അമ്പലത്തിൽ പോകണം. മദ്യപിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല. ലഹരി വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിക്കുവാൻ പാടില്ല. മുറുക്കുക, സിഗരറ്റ് വലിക്കുക, അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാടില്ല. പിന്നെ ശുദ്ധമായ മനസ്സ് തന്നെ ആയിരിക്കണം. രജസ്വലയായിരിക്കുന്ന സ്ത്രീ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല. പുലവാലായ്മയുള്ള കാലഘട്ടങ്ങളിലും ഈ ക്ഷേത്രപ്രവേശനം പാടില്ല. സ്ത്രീകൾ മുടി അഴിച്ചിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല. നഗ്നപാതരായിട്ട് വേണം ക്ഷേത്രത്തിൽ എത്തേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിട്ടവട്ടങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ട്. ഇങ്ങനെ അമ്പലത്തിലെ ആചാരങ്ങൾ നമുക്ക് അനുഷ്ഠിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഈ അനുഷ്ഠാനം കൊണ്ട് തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ടത്. അത് നമ്മൾ ഓരോരുത്തരും ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുവാൻ ബാധ്യസ്ഥരുമാണ്. എന്തെന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ ശാന്തമായ മനസ്സോടുകൂടി തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകണം. തർക്കമുള്ള മനസ്സോട് കൂടിയിട്ടോ അല്ലെങ്കിൽ തർക്കിക്കുന്ന അവസ്ഥയിലോ ക്ഷേത്രപ്രവേശനം ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം.